നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ വൈറ്റ് ബസ്മതി റൈസ് ഞാൻ 1 kg എടുത്തത്. അതൊക്കെ നല്ലോണം കഴുകിയിട്ട് 1 മണിക്കൂർ കുതിരാൻ വെച്ചു. അപ്പോൾ അരി ഇട്ടിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ അരി തിളപ്പിച്ച് വിട്ടുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. അതിലേക്ക് പാകത്തിന് ഉപ്പ്, 1 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 പിടി ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നല്ലോണം വെട്ടി തിളച്ചപ്പോൾ നമ്മൾ ഊറ്റി വെച്ച അരിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു പകുതി മുക്കാൽ വേവാകോളം അത് വേവിച്ചെടുക്കണത്. ഒരു 90% അരി വേവണം കേട്ടോ. അങ്ങനെ വന്നിട്ട് നമുക്ക് അരി ഊറ്റിയെടുക്കാം. പിന്നെ നമ്മൾ വേറെ ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് നല്ലോണം വഴറ്റി കൊടുക്കുക. അതൊന്ന് വാടി വന്നിട്ട് വേണം നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ പച്ചക്കറി ആയിട്ട് ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, അതേപോലെ സവാള, ബീൻസ് ഇത്ര മാത്രമായിട്ട് എടുത്തത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തങ്ങാണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേ ചോറ് നേരത്തെ വേവിക്കണം. ചോറ് നല്ലോണം ചൂടാറിയിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോഴാണ് ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്കിതൊക്കെ ഒരു 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ ഓയിലിൽ മുട്ട പൊട്ടിച്ച് വെച്ചുകൊണ്ട് നല്ലോണം ഒന്ന് ചിക്കി കൊടുത്തു. അങ്ങനെ പച്ചക്കറിയൊക്കെ നല്ലോണം വന്നപ്പോൾ ഇത് 2 ടീസ്പൂൺ സോയാ സോസ് കൊടുത്തു, 1 സ്പൂണ് വിനാഗിരിയും ഒഴിച്ചു കൊടുത്തു. പിന്നെ വൈറ്റ് കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ അത് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തു. അപ്പോൾ നമ്മളെ ഈസി ടേസ്റ്റി സിമ്പിൾ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഫുൾ ചാനലുണ്ട്.